മരപ്പട്ടി. കേറി. ആർക്കെങ്കിലും കൊണ്ടുപോകണോ? വേണമെങ്കിൽ വേഗം പറ. വേണ്ട, ആർക്കും വേണ്ട. എന്നാ പറഞ്ഞോട്ടെ. മരപ്പട്ടി പോടാ പോടാ. അപ്പം മറ്റേ സിനിമയുടെ ഇതല്ലേ ആക്ഷൻ കാണിക്കും. ദിലീപേട്ട കാണിക്കട്ടെ. ശരി ശരി ശരി. കൈയിടി കൈയിടി. എന്തായാലും 2002 ഫിലിമാണ്. അതെ. പോയിട്ട് വാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ദിലീപങ്കിള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിനും നന്നായിട്ട് പഠിക്കുമായിരുന്നു. മോളെ ഈ നെഞ്ചി കുത്തണം. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ വെച്ച് തോറ്റപ്പോൾ അത് നഷ്ടപ്പെട്ടു. ജഗതിയപ്പൂപ്പനുമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് അല്ലാതെ ഉള്ളൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി. ലാസ്റ്റ് ഞാനും ഇൻഡസ്ട്രിയിലും കൂടി കാണാൻ പോയി. ഞങ്ങളുടെ 3 പേരുടെ ഇടയിലുള്ള ഒരുപാട് തമാശകൾ. കാരണം ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നമ്മൾ താമസിച്ചിട്ട് സിനിമ ചെയ്യണം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. അപ്പോൾ ഇന്ന് ജിഞ്ച മീഡിയയുടെ ഒരു സ്പെഷ്യൽ ഷോ ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മൂവിയാണ് പവി ദ കെയർ ടേക്കർ. ആൻഡ് അത് വളരെ ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓൾ ക്രൂ ഐ എം വെൽക്കമിങ്. ഹലോ, നമസ്കാരം. ദിലീപേട്ടാ നമസ്കാരം. വിനീതേട്ടാ. ആൻഡ് അതിൽ മൊത്തം 5 പേരുണ്ട്, പക്ഷെ ഇപ്പം 4 പേരേ ഉള്ളൂ അല്ലേ? ഒരാൾ ഷൂട്ടിങ്ങിലാണ്, എത്തിയിട്ടില്ല. അപ്പം ഒരു വെൽക്കം. മക്കളെ ഒന്ന് കൈയടിക്കൂ. ആൻഡ് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് നമ്മൾ വിളിച്ച് വന്നിരിക്കുന്ന കുറേ കുട്ടി പട്ടാളംസ് ഉണ്ട്, കുറേ കുഞ്ഞുങ്ങളുണ്ട്. അതിൽ 2-3 പേര് ഈ സിനിമയിൽ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. അതിലെ ആ ഫ്ലാറ്റിൻ്റെ സീനിലാണെന്ന് തോന്നുന്നു, പിന്നെ ക്ലൈമാക്സിലും ഒക്കെ. അതാരൊക്കെയാ? ഓക്കെ, അവർക്കൊരു കൈയടി. അടിപൊളി. അപ്പോൾ എന്തായാലും ദിലീപേട്ടാ, ഹൗ ഡു യു ഫീൽ? എന്ത് തോന്നിപ്പോൾ? വലിയ സന്തോഷം. നമ്മളിപ്പോൾ ഈ വിജയാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ പല തിയേറ്റേഴ്സിൽ വിസിറ്റൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾ മുതൽ കൊച്ചു കുട്ടികളടങ്ങുന്ന എന്ന് വെച്ചാൽ പ്രായഭേദമന്യേ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് ഭയങ്കര ആവേശത്തിലാണ്. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരുപാട് ചിരിച്ചു കിട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കമൻസുകളൊക്കെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ ആ ഒരു എന്താ പറയുക സന്തോഷം, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ കുട്ടികൾ ഈ തരത്തിലുള്ള കുറേ തമാശകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഇപ്പോൾ ഇതിനകത്തൊരു മരപ്പെട്ടി എപ്പിസോഡൊക്കെ എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നായ്ക്കുട്ടി ബ്രോ നമ്മൾ വിളിക്കുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള കോംബോയും പിന്നെ ഇതിനകത്ത് 5 പുതിയ നായികമാരാണ്. അതെ. ഇതൊരു പവിത്രൻ എന്ന് പറയുന്ന ഒരാളുടെ ലവ് സ്റ്റോറിയാണ് ശരിക്കും പറയുന്നത്. അത് നമ്മൾ കുറേ കാലമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രത്യേക വേറെ തരത്തിലുള്ള ലവ് സ്റ്റോറീസാണ്. ഇതിൽ വീണ്ടും ലവ് ലെറ്ററും കുറിപ്പുകളും ഒക്കെ എൻ്റർ ചെയ്യുന്ന സംഭവം, ഒരു നൊസ്റ്റാൾജിയ ഫീല് നമുക്ക് തന്നേക്കുന്ന. അതെ അതെ. പിന്നെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സസ്പെൻസും കാര്യങ്ങളും പാട്ടുകൾ എല്ലാ കാര്യങ്ങളോട് ദൈവാനുഗ്രഹിച്ച് ഒന്നിച്ച് കിട്ടുക എന്ന് പറയുന്നത് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എല്ലാം ഉള്ള ഒരു പരിപാടിയാണ്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, സസ്പെൻസ് ഉണ്ട്. അതെ. 5 പുതിയ ആക്ട്രസുകളാണ്. ഇപ്പോൾ ഒരാൾ ഷൂട്ടിലാണ്. ഈ മൂവി കഴിഞ്ഞ ഉടനെ സ്വാതി വന്നിട്ടില്ല. വിനീത് ബ്രോ, ശരിക്കും നമ്മളൊരു മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസ് ഈ സോഷ്യൽ മീഡിയയിൽ ഉപരി ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആൾക്കാർ പറഞ്ഞ് അത് ഹിറ്റാക്കി തിയേറ്ററുകൾ ഫുള്ളായി, ജെനുവിൻലി ആൾക്കാർ പറയുമ്പോൾ കിട്ടുന്നൊരു സ്നേഹവും സന്തോഷവും, ഒരു ചെറിയ ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞ സുഖമുണ്ട്. അതിപ്പോൾ വളരെ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഞാനിപ്പോൾ ഡിയർ ഫ്രണ്ട് ചെയ്ത സമയത്ത് എനിക്ക് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസും, കാരണം ആ സിനിമ OTT-യിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഓഡിയൻസിലേക്ക് എത്തിയത്. അതെ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതറിയാം അതൊരു നീഷ് ക്രൗഡിനുള്ള സിനിമയാണ്. അപ്പോൾ തിയേറ്റർ റെസ്പോൺസ് എന്തായിരിക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ അതിലും കൂടിയ റിവ്യൂസ് ആയിരുന്നു ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പവി കാറ്റഗറി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് പാക്കേജ് ആയിരിക്കണം. എല്ലാതരം ചിരികളും, കാരണം നമ്മളൊരു സിനിമയിൽ ഒരു സ്ഥലത്ത് ഒരാൾ ചിരിച്ചാൽ വേറൊരു സ്ഥലത്ത് വേറൊരാളായിരിക്കും ചിരിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാതരം ചിരികളും ക്യാറ്റർ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് ഈ സിനിമ തുടങ്ങിയത്. അപ്പോൾ ഏറ്റവും റിസ്ക്കാണ് സ്ലാപ്സ്റ്റിക് കോമഡികൾ ഈ കാലത്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേറ്റവും കിങ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ എപ്പിസോഡ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്.
അപ്പം അത് ചില വിഭാഗം ആളുകൾ പറയുന്നു അവർക്കത് പഴയ ദിലീപിനെ പോലെ തന്നെ ഫീൽ ചെയ്തു, പഴയ ദിലീപേട്ടൻ്റെ കോമഡികളാണ്. എന്നാലും രുക്മിണി ആ വലിയ വിലയുടെ ബാഗ് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മറന്നു വെച്ചു പോയത്. കാണാത്ത ആൾക്കാർക്ക് സസ്പെൻസ് വിളിക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി ദിലീപേട്ടാ ഞങ്ങൾ കുട്ടികളെ വിട്ടു തരികയാണ്. ഇയർ ഓപ്പണിംഗ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ അഭിനയിച്ച് അത് കഴിഞ്ഞ് ഈ പടം ഹിറ്റായി കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസുകൾ എങ്ങനെയുണ്ട് ഓൾ ടുഗെദർ? ഇൻഡസ്ട്രി പഴയ സ്കൂളില് കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് അതിലോട്ടേക്ക് അങ്ങനെ നമ്മളുടെ ഫോട്ടോ ഒന്നും ഇടുന്നത് അത്ര നമ്മളങ്ങനെ ചെയ്യില്ല. അപ്പൊ അവര് ഈ പോസ്റ്ററൊക്കെ അവര് തന്നെ തപ്പിപ്പിടിച്ച് അതിലൊക്കെ ഇട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് സോ പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ചിലപ്പോൾ നമ്മളല്ലേ പണ്ടൊക്കെ നമ്മളെ ഒരു ടൈം മെസ്സേജ് പോലും അയക്കത്തില്ല, സത്യമല്ലേ? അങ്ങോട്ട് റിപ്ലൈ അയച്ചാൽ അത് സീനായിരിക്കും, പക്ഷെ ഇങ്ങോട്ട് ശരി പടമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതാ പടം കണ്ടു കേട്ടാ. അങ്ങനെയുള്ള സംഭവം എന്താണ് ശ്രേയ പറയാനുള്ളത് അതിനെ പറ്റി? അല്ല, ഒരുപാട് ആൾക്കാർ ആരും, ഒന്നാമത്തെ കാര്യം ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരു കാര്യം. കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല കാര്യം. ഏറ്റവും ലാസ്റ്റ് ഇറങ്ങാറാവുമ്പം പറയാം എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു, നീ അഭിനയിക്കുക. എന്റെ ചേച്ചിയും ആക്ച്വലി ഈ ഫീൽഡിൽ തന്നെയാണ്. അപ്പം അവള് കലാരംഗത്ത് കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളാണ്, ഞാൻ ഫുള്ളി അക്കാഡമിക്സിലോട്ടുള്ള ഒരാളാണ്. ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറയുന്ന ബന്ധുക്കള് വരെ ഭയങ്കര ഷോക്ക്ഡ് ആണ്. ഇവള് ചെയ്തല്ലോ. ഇനി അത് കണ്ടിട്ട് അവര് വന്ന് പറഞ്ഞ റെസ്പോൺസ് ഭയങ്കര ഹാപ്പിനെസ് ആണ്. അവരെല്ലാരും ഭയങ്കര പ്രൗഡാണ്. അത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ്. അപ്പൊ തിരിച്ചെങ്ങനെ പറയാം? ആ ഓക്കെ, അതെ ആറ്റിറ്റ്യൂഡ് ഇടുന്നുണ്ടോ? റോസ്മണി എങ്ങനെയാണ്? എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കുറെ മെസ്സേജ് വരുന്നുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പണ്ടത്തെ ഫ്രണ്ട്സും കാര്യങ്ങളും അവരൊക്കെ ഭയങ്കര ഇങ്ങനെ അവര് സ്റ്റോറി ഇടുന്ന സ്റ്റാറ്റസ് ഇടുന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടല്ലോ. ഓക്കെ, പണ്ട് നമ്മളെ പറ്റി പലതും പറഞ്ഞതായിരിക്കും, പക്ഷെ അവർക്ക് നമ്മുടെ മേലെ ഒരു കോൺഫിഡൻസ് വരികയാണല്ലോ. ഓക്കെ, ഷീ ഈസ് ഡൂയിങ് സംതിങ്. അപ്പം അങ്ങനെ കാണുമ്പോൾ ഓക്കെ, മനസ്സിൽ സന്തോഷമുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. കുറച്ച് ഗെയിം സെഗ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങള് പിള്ളേര്? ഇല്ലേ? ഇതിപ്പോ നമ്മൾ ഇത്രയും പേരില്ലേ, 2 ടീമാക്കണമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇതിൽ ഒരു ടീം ആരൊക്കെയാണ്, 2 ടീംസ് ആരൊക്കെയാ വരുന്നത്? ഈ സൈഡിൽ നിന്ന് ആര് വരെ വരും ഒരു ടീം? ഞങ്ങള് ഇത്രയും പേര്. നമ്മൾ ഇങ്ങനെ വന്ന് ദിലീപേട്ടൻ വരെ. നമ്മൾ ഇങ്ങനെ വന്ന് ദിലീപേട്ടൻ വരെ അല്ല. അതെ, വിനീത് ബ്രോ വരെ നിങ്ങളൊരു ടീം, നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരു ടീം, അങ്ങനെ റൈറ്റ്? ഓക്കെ. അപ്പം മറ്റേ സിനിമയുടെ ഇതല്ലേ, ആക്ഷൻ കാണിക്കും, റെഡി അല്ലേ? ദിലീപ് അങ്കിളിന്റെ തന്നെ മൂവീസ് ആയിരിക്കും അല്ലേ? ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തു. റെഡി? അപ്പൊ ഒരു ക്ലാപ്പ് കൊടുക്കാം. റെഡി? അപ്പൊ ഇത് ഇവിടെ ആക്ഷൻ കാണിക്കും, നിങ്ങളാണ് ടീമാണ് ഉത്തരം പറയുന്നത്. ആക്ച്വലി സ്വന്തം ടീമാണ് പറയുന്നത്, പക്ഷെ ഇത് നേരെ ട്വിസ്റ്റ് ആണ്. നിങ്ങൾ ടീം പറയുക. റെഡി? എങ്ങനെ? അതായത് അവര് കാണിക്കും, ഇവർ ആക്ഷൻ കാണിക്കും. ഈ ആക്ഷൻ കാണിക്കുന്ന ആൻസർ നിങ്ങൾ ടീം പറയണം. ഓക്കെ. മിസ്റ്റർ ബട്ട്ലർ. അതെങ്ങനെ? അല്ല, കാരണം ഞാൻ ഒരു പടം ചെയ്യുമ്പോൾ ദിലീപേട്ടൻ്റെ ഏതൊക്കെ പടങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള കുറച്ച് നോക്കിയിട്ടുണ്ടല്ലോ. ഓഹോ, ആദ്യം തന്നെ ഗോൾ അടിച്ചിട്ട്. ഓക്കെ, ഒരു പോയിന്റ്. ഇവർക്ക് കണ്ടുപിടിച്ചില്ലേ? ഞങ്ങൾ എടുത്തോളാം. അതെ. ഇനി അവിടുന്ന് ആരാ വരുന്നത്? ഓക്കെ, കാം. ഓക്കെ, അമ്മാവനെ ഫോൺ വിളിച്ചു. നമ്മളൊരു ടീമാണ്. ഫോൺ മറ്റേ മീൻ. മിനിറ്റ് പോലും വേണ്ട. നിങ്ങൾ അങ്ങോട്ട് വല്ലോ കൈ അങ്ങോട്ട് മാറ്റി, അങ്ങോട്ട് കാണിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലോ? ഫ്രണ്ട്ഷിപ്പ് ഏകദേശം ഒരു ക്ലൂ ആണ്. ചെറിയ അവർക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ?
ഒരു 5 സെക്കൻഡ് തരാം. 1 2 അതിൽ കോമഡി അല്ല, റഫാണ്. പറയട്ടെ അരയുണ്ട് ബാക്കി. പറയട്ടെ ജൂഹി മനസ്സിൽ പറഞ്ഞാണത് അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ടീമിന് വേണ്ടിയിട്ട് റോസ്മിൻ ഒരു പേര് പറയാം, ഒന്ന് അവരെ പറയിപ്പിക്കണം. ശരി. അവര് ആ കുട്ടികളാണ് പറയണ്ടത്. ചെവിയിൽ പറയുന്നത് കാണിച്ചിട്ട് പറയിപ്പിക്കണം. അവര് പറയുമെന്നറിയാലോ. അവര് പറയാൻ നോക്കട്ടെ, ഇത് കഴിഞ്ഞ് ജയിക്കുമെന്ന് അറിയണ്ടേ. ഇത് കഴിഞ്ഞ് ശ്രേയ. എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു അവസരം. ഇല്ല, നോ, വേണ്ട വേണ്ട വേണ്ട, കാണിക്കേ. അവിടെ വരുന്നു. പറയാൻ പറ്റാത്ത പടമൊന്നും ദിലീപ് അഭിനയിച്ചിട്ടില്ല. ഒന്നും മിണ്ടരുത്. കറുപ്പ് ബ്ലാക്ക് കറുപ്പ് ആക്ഷൻ കറുപ്പുണ്ട് ഇത് പടം ആക്ഷൻ കാണിക്കും. അപ്പൊ നിങ്ങളുടെ ടീം തോറ്റതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിലീപേട്ട കാണിക്കട്ടെ. ദിലീപേട്ടൻ ശരി ശരി ശരി. കൈയിടി കൈയിടി. ഞാൻ ഉണ്ട് ഉണ്ട് പടത്തിലുണ്ട് ദിലീപേട്ടന്റെ പടം. ഉറങ്ങുന്നു പിന്നെന്താണിത് ശ്രേയക്കും വേണമെങ്കിൽ കറുപ്പുമായിട്ട് എന്താ ബന്ധം? കുബേരനാണോ? അതെങ്ങനെ കണ്ടുപിടിച്ചേ? അത് സ്റ്റാച്ചു നിന്നപ്പോ എനിക്ക് മനസ്സിലായി. അല്ല, കുബേരൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പത്തെ പടം. അപ്പൊ സ്റ്റാച്ചുവിന്റെ അത് പറഞ്ഞതേ. എന്തായാലും 2002 ഫിലിമാണ്. അതെ, 2002. എത്ര വയസ്സുണ്ട്? അല്ല, അത് ഞാൻ കാണിച്ചിട്ട് വേറെ ഏതെങ്കിലും സിനിമയായിരിക്കും പറയാം. ഓക്കെ, 10 വയസ്സുണ്ട്. എപ്പോഴോ ഇപ്പൊ 10 വയസ്സുണ്ട്. അന്ന് 10 വയസ്സുണ്ട്. 22 വർഷം മുമ്പുള്ള പടത്തില് അപ്പൊ നമുക്ക് 10 വയസ്സെന്ന് പറയുമ്പോ ഇവിടാണ് അമ്മ, നിങ്ങളുടെ അമ്മയാണ് അമ്മ എന്നുള്ള കൺഫ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ശ്രേയക്ക് ഒരു ടാസ്ക് കൊടുത്തോ. എഴുതട്ടോ. ഹരമായിരുന്നു. ഇപ്പൊ പോയിന്റ് നമുക്കല്ലേ, ഇവര് ആൻസർ പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ കേട്ടോ. ഈസി ആയിട്ട് പറഞ്ഞു തരും. ശ്രേയ RJ ഒക്കെ ആയിട്ട് ഇരുന്നാണ്, പക്ഷെ അവർക്ക് പെട്ടെന്ന് ഹലോ കാണിക്കൂ കമോൺ എല്ലാരും കൂടെ കാണിക്കാം. ഇവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾക്കും. ബിസിയാണോ? പഴയത് കുറച്ച് നാൾ മുമ്പ്. 2000 എന്ത് കോളർ, മാല, മാല. റിംഗ് മാസ്റ്റർ ആണോ? അല്ല, എനിക്ക് മനസ്സിലായി. മാല, മാല. എനിക്ക് മനസ്സിലായി. ഇന്ന് പോയി മാല പോയി. കള്ളം കട്ടോണ്ട് പോയോ? ടിക് ടിക് 1, ആൻസർ എനിക്ക് ഇവിടെ കിട്ടി. തീവണ്ടി കല്യാണരാമൻ. ഞാൻ പറയാലോ. കല്യാണം റോസ്മിനും പറയാലോ. റോസ്മിൻ ടീമാണല്ലോ അല്ലേ? ശരി. ഓ, അതെങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നത്? അങ്ങനെ സീൻ വെച്ചിട്ട് അങ്ങനെ പറയാല്ലേ? അതെ, അവരെ കൊണ്ട് പറയിക്കരുത്. ധീരനായ നേതാവിനെ അയക്കുന്നു. ചെല്ലും. ശ്രേയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജോയിക്ക് കൊടുക്കും. ശരി ശരി. ചെറുത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇതെന്തിനാ അങ്ങ്? അവിടെ കണിച്ച് പറയിച്ചു. അത് വേണ്ടില്ലായിരുന്നു. പോയിട്ട് വാ. ആക്ഷൻ കാണിക്കുക. മുടി കറുപ്പ്. കായാണോ അത്? അങ്ങനെ പഴയ സിനിമയാണോ?
മിഡിൽ. സംസാരിക്കണ്ട. 2000 റേഞ്ച് മൂവി. അതിന്റെ മേലെ അപ്പൊ ഒരു കാൻ തന്നെയാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അല്ല 2000 മേളിൽ. കാണിക്കല്ലേ? ഇല്ല, രണ്ട് വാക്കുണ്ടോ? ഉണ്ട്. 2 വാക്ക്. 2 വാക്കേ ഉള്ളൂ. അല്ല, ആദ്യത്തെ വാക്ക് എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമുള്ളൂ. അതിൽ ആദ്യത്തെ വാക്ക് കായല്ലേ? കറക്റ്റ്. ഐ നോ യു ആർ സർപ്രൈസ്ഡ്. ഇത് കാണിച്ചില്ലേ? അതെ അതെ. ഏതെങ്കിലും ഒരു എന്തെങ്കിലും മൂളല്ല, നീ അതിനകത്തുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ നടുവേനാണ്. 5 സെക്കൻഡ് തരാം. 1. ദിൽമിക്ക് കൈമാറുന്നത്. അയ്യോ, എളുപ്പം. സോ ഈസി അല്ലേ? ഓക്കെ. വാ, കം, വെൽക്കം ടു. വെൽക്കം ടു സെന്റർ അല്ലേ? വെൽക്കം. ഓ ശരിയാണല്ലോ. തുടങ്ങുന്നത് ഫസ്റ്റ് ലെറ്റർ ആണോ? കം. ആദ്യത്തെ വാക്കിന്റെ 3ാമത്തെ അക്ഷരം. എന്താണ്? ഇനി 10 സെക്കൻഡ്. എന്തെങ്കിലും സാധനമെങ്കിലും പറ. തോപ്പിക്കല്ലേ ടീം. നിങ്ങൾ തോറ്റലായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അല്ല, ഒരു മിനിറ്റ്, പറയില്ല, പേര് പറയില്ല. ആരാ ഇത് പേര് സജസ്റ്റ് ചെയ്ത ആള്? ശ്രേയ വന്നിട്ട് അവരെ അതെ അതെ. നിങ്ങളൊക്കെ അറിയോ? കം. കമ്മാര സംഭവം. ആക്ച്വലി പറഞ്ഞ ഞങ്ങൾ ടീം കണ്ടുകൂടെ ഇങ്ങനെ ഒറ്റ വാക്കല്ലേ സംഭവം. ശരിക്കും ദിലീപന്റെ ടീം എന്ന് പറയുമ്പോ അറിയാലോ. ഒരെണ്ണം കാണിക്കണമെന്നില്ലേ? ചാന്തുട്ട്. ഏതാ? അവൻ നടന്നു വന്നപ്പോഴേ കിട്ടിയത്. ഗുഡ് ഗുഡ്. അപ്പൊ ഓക്കെ, ഡെംസ്ലാറ്റ്സിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇതിൽ ആരാ ജയിച്ചിരിക്കുന്നത്? ജൂയി. Oh my God. കണ്ടില്ലേ നിങ്ങളുടെ കോർഡിനേഷൻ? നിങ്ങൾക്ക് നമ്മുടെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നിരുന്നോളൂ. ടേബിളിന് ആഗ്രഹമില്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവർക്ക് ദിലീപേട്ടൻ ചോദിക്കണമെന്നുണ്ട് എന്നോട്. ഒരു 3-4-5 ക്വസ്റ്റ്യൻസ്. റെഡി? അപ്പൊ നമുക്ക് ആദ്യം ആരാ ചോദിക്കുന്നത്? കൈബുക്ക്. ഓക്കെ, റെഡി. അപ്പൊ എനിക്ക് ഫസ്റ്റ് ബ്രോനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നതാണ് ഒരു ഡോഗിനെ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്കൊരു തോന്നലാണ് അത് ഭയങ്കര ടഫാണെന്ന്. അപ്പോൾ ബ്രോയിനെ പപ്പി ഇരിക്കുമ്പോഴേ എടുത്ത് വളർത്തണോ ഡൗട്ട് വന്നാൽ കാരണം ആ സിനിമയിലെ സീനിൽ ദിലീപങ്ങൾ നെഞ്ചിലൊരു പട്ടിയെ വെച്ച് ഇങ്ങനെ തലോടുന്നില്ലേ, അത് ബ്രോ തന്നെയാണ്? അല്ല, അല്ല, അത് ബ്രോയുടെ ചെറുപ്പമായിട്ട് വേറൊരു നായ്ക്കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. ബ്രോയിന് പക്ഷെ നമ്മള് ആ പ്രായത്തിൽ തന്നെയാണ് പ്രായത്തില് നമ്മള് വാങ്ങിച്ച് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിനെ വളർത്തിക്കൊണ്ടു. ഈ ബ്രോ ഇത്രയും വലുതായിരിക്കുമ്പോഴാണ് അതിനെ വെച്ച് ഇതിന്റെ ഇടയിൽ തന്നെയല്ലേ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതേ ഓക്കെ, ഇനി എന്താ ചോദിച്ചത്? അപ്പൊ ഈ പെറ്റ് ലവറിന്റെ വീട്ടിൽ പെറ്റുണ്ടോ? അമ്മ സമ്മതിക്കില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇതാണ് ഈ പേരൻസ് ആർ ഓൾവേസ് ലൈക്ക് ദാറ്റ്. പെറ്റ്സ് നോട്ട് അലൗഡ്. അതെ, നമുക്ക് ഓരോരുത്തരും സംഘടിക്കും. ഈ ബ്രോയിനെ വേണോ? അയ്യോ, പെറ്റിന് നമ്മുടെ ബ്രോനെ വേണോ അതോ നമ്മുടെ കയ്യിലുണ്ട്. മറ്റാളെ വേണോ? മരപ്പെട്ടീനെ വേണോ? മരപ്പെട്ടീനെ വേണമെങ്കിൽ വിടാം. അത് നല്ലതാ. അമ്മയ്ക്ക് പേടിക്കും, മോളോട് വലിയ അടുപ്പമായിരിക്കും. അമ്മയൊന്നും ഒന്നും പറയൂല. മരപ്പെട്ടിനെ കാണണമെന്നുണ്ടോ? നല്ല ക്യൂട്ടാ. വേണേ വിളിക്കാം വിളിക്കാം ഒരു സമയത്ത്. ഒരു ചെറിയ കൊടുത്താൽ മതി, ഒന്നും ചെയ്യരുത്. വിളിച്ചു കഴിഞ്ഞ് ഇവിടെ വരും, ഇവിടെ വന്നിട്ട് അത് പോകും. ഓക്കെ.
കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു രാവിലത്തെ ക്യൂട്ടേക്ക് അടിച്ചാൽ നമ്മുടെ മൂക്കി ഒന്ന് കടിക്കും. അതൊന്നുമില്ല. അങ്ങനെ കടിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ ഇതിങ്ങനെ ഇരിക്കുക, മരപ്പെട്ടിനെ കാണാം. എല്ലാവരും ഇങ്ങനെ അപ്പൊ കണ്ണിൽ കടിച്ചാലോ? കടിക്കൊന്നുമില്ല, മാന്തിട്ടേ പോകുള്ളൂ. അവൻ ട്രെയിൻഡാ. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വെച്ചേക്കല്ലേ. പിന്നെ കുഴപ്പമില്ല. എന്തായാലും വിളിക്കാം നമ്മള്, ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ദിലീപ് അങ്കിള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം എല്ലാ സബ്ജക്റ്റിനും നന്നായിട്ട് പഠിക്കുമായിരുന്നു, എല്ലാ സബ്ജക്റ്റും. ഇമേജ് നല്ലൊരു മൂഡിലിരിക്കുമ്പോ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വെച്ച് തോറ്റപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ തലകുത്തി മറിഞ്ഞിരുന്ന് പഠിച്ച് പിന്നെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ 7ാം ക്ലാസ് തോറ്റപ്പോൾ എൻ്റെ അച്ഛനെ എന്നെ പഠിപ്പിച്ചത് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്നാണ്. അതെടുത്തു വെച്ച് വീണ്ടും നമ്മൾ ഓടാൻ തുടങ്ങി. അതൊരു എനർജി ആയിരുന്നു അവിടെ. ഞാൻ വിചാരിച്ച അച്ഛനെ എന്നെ ഭയങ്കരമായിട്ട് തല്ലുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നെ തല്ലില്ല. എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത്. പരാജയം നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് വെച്ച് നമ്മൾ അതിൽ നിന്ന് മാറരുത്. പിന്നെ നമ്മൾ വിജയിക്കാനുള്ള ത്വരോടുകൂടി നമ്മൾ റൺ ചെയ്യാന്ന് പറയില്ല. പിന്നെ അതായിരുന്നു. പിന്നെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ അന്നൊക്കെ ഡിസ്റ്റിങ്ഷൻ അല്ല, അന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് സ്കൂളിൽ. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കയറിയപ്പോൾ വീണ്ടും 3rd ക്ലാസ് അങ്ങനെയൊക്കെ ആയി. പിന്നെ ഉഴപ്പായി. പിന്നെ BA എങ്ങനെയൊക്കെ പാസ്സായി. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോകാം. ശ്രദ്ധ ക്വസ്റ്റ്യൻ. അങ്കിൾ ആ സിനിമയിലൊരു വാച്ചിങ് മേടിച്ചു കൊടുത്തായിരുന്നു. ആ, അതേമാതിരി റിയൽ ലൈഫിൽ അങ്കിൾക്ക് നല്ല സെലക്ഷൻ ഒക്കെയാണ്. അങ്കിൾ തന്നെയാണ് മക്കൾക്കെല്ലാം മേടിച്ചു കൊടുക്കാറൊക്കെ. എല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയാൻ പറ്റൂല. ഈ മാല വലയെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഇഷ്ടംമാര്. നല്ല സെലക്ഷൻ ആണോ? എന്റെ അത് അവരോട് എല്ലാവർക്കും അറിയില്ലേ. ഞാൻ പോവുകയാണെങ്കിൽ വല്ല സർപ്രൈസ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാവുക. പിന്നെ അവർക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇപ്പൊ കാവ്യ അല്ലെങ്കിൽ നേരത്തെ സിസ്റ്ററോ ആരെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോയി വാങ്ങിക്കാൻ. ദിലീപ് അങ്കിളിന്റെ ഈ സിനിമയിലെ ഫേവറേറ്റ് ആക്ട്രസ് രാധിക ശരത്കുമാർ. അവരഞ്ചുപേരും പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. എനിക്ക് ജഗദേപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സിനിമയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കുറേ സിനിമയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പോൾ അത് ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജഗദേപ്പൂപ്പനുമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് അല്ലാതെ ഉള്ളൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി. മറക്കാൻ പറ്റാത്ത ഒരുപാടുണ്ട്. അതിലൊരെണ്ണം എന്ന് പറഞ്ഞാല് ഞാൻ ലാസ്റ്റ് ഞാനും ഇന്നസെന്റ് കൂടി കാണാൻ പോയി. ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളെ 3 പേരുടെ ഇടയിലുള്ള ഒരുപാട് തമാശകൾ. ഞങ്ങൾ ഒരേ സമയത്ത് ലൊക്കേഷൻ ഉണ്ടായിരുന്നപ്പോ ഉണ്ടാക്കിയ തമാശ. അപ്പൊ ആ തമാശ പറഞ്ഞപ്പോ പെട്ടെന്ന് പുള്ളി ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രം അറിയാത്ത തമാശ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ അറിയില്ല ഈ തമാശ പറയുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് പുള്ളി ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലാ സെൻസും അദ്ദേഹത്തിനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നമ്മൾ താമസിച്ചൊരു സിനിമ ചെയ്യട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയുടെ കണ്ണാക്കി ഇങ്ങനെ ഭയങ്കര ഒരു നിറഞ്ഞ് എനിക്ക് മറക്കാൻ പറ്റാത്ത വിളിച്ചേട്ടായിട്ടുള്ള ഒരു ഇന്നസെന്റുമായ ഫീല്. അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ ലാസ്റ്റ് നിൽക്കുന്ന കാര്യം. ദിലീപ് അങ്കിൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി ഏതാണ്? 149 സിനിമയുണ്ട്. അതില് കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചിലതൊക്കെ ഇങ്ങനെ ഒരു വേഷം അഴിച്ചു വെച്ചപ്പോ കരഞ്ഞിട്ടുള്ളത് കുഞ്ഞു പോലെയാണ്. ഞാനും പട്ടം റഷീദൊക്കെ കെട്ടുപിടിച്ച് നിൽക്കാൻ കരഞ്ഞ് നാളെ മുതൽ ഇയാളുമായി ഒരു ബന്ധമില്ല എന്ന് തോന്നിയിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. സെറ്റിൽ എല്ലാവർക്കും കുഞ്ഞു ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ വേഷം കെട്ടിച്ചെന്ന് കംപ്ലീറ്റ് ആൾക്കാരെൻ്റെ ചുറ്റുമുണ്ടാവും. കുഞ്ഞിനെ കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പ്രശ്നമാണ്. അങ്ങനെയായിരുന്നു ആ സമയത്ത്. മറ്റേ വേഷം കിട്ടുമ്പോൾ എല്ലാവരും മാറി. കുഞ്ഞിക്കൂനൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് തമാശകളൊക്കെ സ്പോർട്സ് സമയത്ത് ഇങ്ങനെ ഓരോ തമാശകളൊക്കെ വരുമായിരുന്നു. കുഞ്ഞിക്കൂനൻ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. CID മൂസ സിനിമയ്ക്കകത്തെ ആ ഡോഗില്ലേ, ആ ഡോഗിനെ പിന്നെ കണ്ടിട്ടുണ്ടോ? പോയി. അത് അന്ന് തന്നെ എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ തന്നെ പ്രായമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊക്കെ വിട്ടുപോയി. അത്
ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം ആ ഫിലിമിലെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നായ്ക്കുട്ടികളോട് ഇപ്പോൾ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഈ നായ്ക്കുട്ടികളോട് എനിക്ക് അത്ര പേടിയില്ലാത്തതിന് കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നായായിരിക്കാം. അതിന് ശേഷം സിനിമയിൽ വന്നപ്പോൾ അതിലെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ചെയ്ത് അർജുനിന്ന്. അർജുൻ വെൽ ട്രെയിൻ ഡോഗാണ്, ബ്രില്യൻ്റ് ഡോഗാണ്. ഞാൻ അത്രയും ബ്രില്യൻസ് ഉള്ള ഒരു നായ്ക്കുട്ടികളോട് പിന്നെ അഭിനയിച്ചിട്ടില്ല. അവനിങ്ങനെ നിൽക്കും, കൊണ്ടുവന്ന് ഷോട്ടിൽ നിർത്തി കഴിഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു അലേർട്ടാവണാണ്. ചെവിയൊക്കെ ഇങ്ങനെ കോർത്തിങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ജോലി അവൻ കറക്റ്റായിട്ട് ചെയ്യും. ഒരുപാട് ടേക്സ് ഒന്നും വേണ്ട, അവനെ പറഞ്ഞു കൊടുക്കും. ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, പറഞ്ഞിങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ, നീ അവിടെ ഇതാണ്, ഇവിടെ സ്റ്റേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അത് കറക്റ്റായിട്ട് ചെയ്ത് വന്നത്. എന്റെ ഷർട്ടൊക്കെ വലിച്ച് ഒരാളെ കാണിക്കാൻ കൊണ്ടുപോകണില്ലേ ഞാൻ പുസ്തകമൊക്കെ വായിച്ചോണ്ടിരിക്കുന്നത്, അതൊക്കെ ഒറ്റ ടേക്കാണ്. വന്നിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. പിന്നെ വെച്ചാൽ ഞാനും അർജുനും തമ്മിൽ ഭയങ്കര അടുപ്പായി. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനേഴ്സ് വന്ന് വടിയെടുത്ത് അടിക്കാൻ വരുമ്പോഴേക്കും അത് ഓടി എൻ്റെ അടുത്തേക്ക് വരും. വന്നിട്ട് ഇങ്ങനെ വിളിഞ്ഞ തൊട്ടരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ്. നമ്മുടെ ബ്രോ ഭയങ്കര കുറ്റം കേട്ടവനായിരുന്നു, ഇങ്ങോട്ട് അങ്ങോട്ട് പോകും. അപ്പൊ എന്തായാലും ആരാണ് മറ്റേ മരപ്പട്ടിയുടെ സീനിന്റെ കാര്യം ചോദിച്ചേ? ആരായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചത്? വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അല്ലേ? മരപ്പെട്ടി ആവുമ്പോഴ് വീട്ടില് അമ്മയും അമ്മൂമ്മയൊന്നും കാണൂല. അതിനെ പതുക്കെ മിണ്ടാതെ കൊണ്ടുവന്നിട്ട് ആ അതിലേക്ക് കയറ്റി വിട്ടത്. വേണ്ട, കട്ടിലിനടിയിൽ വെക്കാം. മോളെ പേടിച്ചിട്ടാ? അല്ല, അത് അറിയാണ്ട് നമുക്ക് വളർത്താൻ പറ്റിയ സാധനമാണ് മരപ്പെട്ടി. ചെറിയ കൊടുത്താൽ മതി, കുഞ്ഞു ചെറിയ. നമുക്ക് അപ്പുറത്തെ വീട്ടിലൂടെ ആരോടെങ്കിലും ഒരു പരിഭവോ പരാതി ഉണ്ടെങ്കിൽ വെറുതെ കയറ്റി വിടാം. വേണോ? ഈ അമ്മൂമ്മ കട്ടിലടി അത് നമുക്ക് പറഞ്ഞാലോ? അതെന്താ കട്ടിലടി വെറുതെ ഒരു റീസൺ ഇല്ലാണ്ടെന്ന് അങ്ങനെ പേടിച്ചാണോ? നല്ല AC ഉണ്ട് അവിടെ കൂളറായിരിക്കും അല്ലേ? ആമിപ്പെട്ട് അതെ, നമുക്ക് മെക്കാലും ഇടയ്ക്കിടയ്ക്ക്. കട്ടിലടിയിൽ AC വെക്കണെന്തിനാ? വെറുതെ വർക്കിംഗ് AC ആണോ അതോ വെറുതെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന? വെറുതെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ. അതിന്റെ അടുത്ത് പോയി അമ്മൂമ്മ അവിടുന്ന് നാണം കെടുത്തു ഇവളെന്നെ. അപ്പൊ വിളിക്കാം അല്ലേ ദിലീപേട്ടാ? തീർച്ചയായിട്ടും. വിളിച്ചോളൂ. മരപ്പെട്ടിനെ വിളിക്കട്ടെ? ഉറപ്പാണോ? ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ വേണോ? എന്തായാലും വിളിക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ട വീട്ടിൽ കൊണ്ടുപോകാം. ഒരു ചാൻസ് ഉള്ളൂ. എല്ലാവരും മരപ്പെട്ടി കാണണം കാണണം എന്ന് പറഞ്ഞോണ്ടിരുന്നോണ്ട് അല്ലേ? മരപ്പെട്ടി ശരിയായിരുന്നു. നോക്ക്, കേറി. നോക്ക്. ആർക്കെങ്കിലും കൊണ്ടുപോകണോ? വേണോ? വേണമെങ്കിൽ പേടിച്ചു പോയി. ആണോ? വേണ്ട, വീട്ടിൽ കൊണ്ടുപോകണോ? ശ്രമിക്കണം. ആർക്കും വേണ്ട, പറഞ്ഞോട്ടെ. ഓക്കെ, മരപ്പെട്ടി പോടാ പോടാ. ആവശ്യം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ അങ്ങനെയല്ലേ നമ്മൾ പെരുമാറാൻ പോയി. റെഡി. അനുസരണം ഉണ്ടോ അതിന്റെ? അപ്പൊ എല്ലാരും ഹാപ്പി ആയോ? അടിച്ചു പൊളിച്ചോ? ദിലീപേട്ടനോട് ചോദിക്കാനുള്ളവൻ ചോദിച്ചല്ലോ. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ ദിലീപേട്ടാ. ഹാപ്പി അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്.